ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷുവിൻ്റെ വിഭവങ്ങളായിട്ട് വരാമെന്നാണ് കേട്ടോ എന്ന് വിചാരിക്കുന്നത്. മാമ്പഴപ്പുളിശ്ശേരി, പുളിഞ്ചിയും അച്ചാറും ഇതൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും വിഷു അല്ലേ, അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആർക്കെങ്കിലുമൊക്കെ പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരമാണെങ്കിൽ അത് നല്ലതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് വിഷു ആഘോഷിക്കാനും വിഷുക്കോടി എടുക്കാനും കണി ഒരുക്കാനും സദ്യ ഒരുക്കാനും ഒക്കെ സാധിക്കട്ടെ. ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ. അതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ കാര്യം, ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹാപ്പി വിഷു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ രാവിലെ ഒരു കായ്ക്കൊലൊക്കെ വെട്ടണ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഒരു ചെറിയൊരു കായ്ക്കൊല ഉണ്ടായിട്ടുണ്ടായിരുന്നു, കുറച്ച് നാളായി. അപ്പോൾ അത് പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അതൊന്ന് വെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇനി അത് വല്ല കിളിയൊക്കെ കൊത്തിക്കൊണ്ട് പോകട്ടെ, അതുകൊണ്ട് വന്നതാണ്. പിന്നെ ഇവിടേക്കും പുല്ലും പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. കുറച്ച് ഞായറാഴ്ചകളായിട്ട് നമുക്ക് മുറ്റത്തെ ജോലികൾ ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അകത്തെ ജോലികൾ ചെയ്തു. പിന്നെ ഈ ഒരു സൺഡേ എന്ന് പറയുമ്പോൾ തീരെ ഒഴിവുണ്ടായിരുന്നില്ല. വേറെ കുറച്ച് കാര്യങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകേണ്ടി വന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇനിയിപ്പോൾ നമ്മുടെ വിഷു സംക്രാന്തി എന്നാണ് പറയട്ടെ. വിഷുവിൻ്റെ തലേ ദിവസത്തിന് തൃശ്ശൂർക്കാർ ഇനി മറ്റുള്ള സ്ഥലത്തൊക്കെ എന്തൊക്കെയാണ് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കൂട്ടുകാർ. അപ്പോൾ അങ്ങനെ വിഷു സംക്രാന്തിയിൽ അന്ന് മാത്രമാണ് നമുക്കിനി ഒഴിവ് കിട്ടുക. അന്നും തമ്പുരാനെ അറിയാട്ടെ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ വരുമെന്ന്. വന്നില്ലെങ്കിൽ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എന്ന് വെച്ചാൽ ഞായറും നിങ്ങളല്ലേ ഇപ്രാവശ്യം വിഷു വരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. വിഷുവിനെന്ന് പറയുന്നത് അത്ര വലിയൊരു ജോലി എന്ന് പറയാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനത് കായ്കളൊക്കെ വെട്ടി വെച്ച് വൈകുന്നേരത്തെ കാര്യങ്ങളാണ് പിന്നെ കാണിക്കുന്നത്. രാവിലത്തെ കാര്യങ്ങൾ കൂടുതൽ ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഇത്തിരി മടിയാണ് കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേൽക്കാനായിട്ട് ഒരു ടിപ്പ് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ടിപ്പ്, നേരത്തെ നമ്മൾ കിടക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ടിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ കിടക്കണം നേരത്തെ ഫോൺ അധികം ഉപയോഗിക്കാണ്ടിരിക്കുക. കുറച്ച് നേരം ഒന്ന് ഫോൺ മാറ്റി വെച്ച് കണ്ണടച്ച് കിടന്നാൽ വേഗം ഉറങ്ങുകയും ചെയ്യും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ സ്ക്രീൻ കണ്ടിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഉറക്കത്തിൻ്റെ ഗാഠത കുറയ്ക്കുമെന്ന് പറയും. അത് കാരണം നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ തീരെ വയ്യാത്ത പോലെ തോന്നുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്നല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. നമുക്ക് അലാം വയ്ക്കുക, പിന്നെ 5 മിനിറ്റ് കൂടുമ്പോൾ അടിക്കണ അലാമൊക്കെ സെറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറയണതുണ്ടല്ലോ, കണ്ണ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ തോന്നും, അയ്യോ എൻ്റെ സമയം ഞാൻ വെറുതെ കളയാണല്ലോ എന്നൊരു ചിന്ത എനിക്ക് എപ്പോഴും വരും. എപ്പോഴും മടി പിടിച്ചിരിക്കുമ്പോൾ എനിക്ക് വരുന്ന ഒരു ഇതാണ്, സമയത്തിന് ഞാൻ വെറുതെ കളയാണല്ലോ, സമയം എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ കിട്ടില്ലല്ലോ എന്നൊരു ചിന്തയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് വേഗം പണികൾ എടുക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം കേട്ടോ. നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ് സമയം. അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഉറങ്ങാണ്ട് നമുക്ക് നിവൃത്തിയൊന്നുമില്ല, നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേൽക്കുക. അത് കുറേ കാലമാകുമ്പോൾ അതങ്ങനെ നമുക്ക് ശീലമാവുന്നു മാത്രം കേട്ടോ. ഇപ്പം ഞാൻ വൈകിയാണ് കിടന്നുറങ്ങാറ്, അതുകൊണ്ട് തന്നെ എനിക്ക് വൈകിയാണ് എഴുന്നേൽക്കാൻ പറ്റാറ്. പക്ഷെ ഞാൻ രാവിലത്തെ എല്ലാ പണികളും കഴിച്ച് വെച്ചിട്ടാണ് കിടക്കുക കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ ഞാൻ പോന്നപ്പോൾ വാങ്ങിച്ചതല്ല, ചേട്ടൻ വാങ്ങിച്ച് ഞാൻ പോരുന്ന വഴിയിൽ ചേട്ടൻ്റെ ജോലി സ്ഥലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ എൻ്റെ കയ്യിലേക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് ഈ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ തന്നതാണ്. പിന്നെ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് നടക്കാണ്ട് ഇത് തൂക്കി പിടിച്ച് നടക്കുക എന്നുള്ള അത്ര സുഖമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ മോളും ചേട്ടനും വണ്ടിയുമ്പോൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഇത് കൊടുത്തു വിട്ടു, ഞാൻ പതുക്കെ നടന്നു പോന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ ചോന്ന് വരണ്ടല്ലോ. പിന്നെ ചേട്ടൻ 1/2 കിലോ പുളി വാങ്ങിച്ചിട്ടുണ്ട്. പുളി ഇവിടെ ഓൾറെഡി ഇരിപ്പുണ്ട്. എന്നാലും പിന്നെ ഇഞ്ചിയൊക്കെ വാങ്ങിക്കുമ്പോൾ ചേട്ടൻ തൂക്കത്തിന് നല്ലോണം അധികം വാങ്ങിക്കും കേട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് വാങ്ങിക്കൽ. പിന്നെ ബെല്ലവും വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സവോള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ സവോള കഴിഞ്ഞു എന്ന് ചേട്ടൻ മനസ്സിലായി തോന്നുന്നത് കാരണം സവോളയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് കൂടി ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ചിലതൊക്കെ കുറച്ച് ഇരുന്ന് അങ്ങനെ ചീഞ്ഞു പോകില്ല. അത് കാരണം ഇപ്പോൾ പച്ചക്കറി അങ്ങനെ വാങ്ങിക്കാനായിട്ട് എനിക്കൊരു താല്പര്യക്കുറവാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു ബെല്ലം അങ്ങോട്ട് ഫുള്ളായിട്ട് ഉരുക്കി വയ്ക്കാം. ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമല്ലോ. ബെല്ലമൊക്കെ ഉരുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് എളുപ്പമാണ് പിന്നത്തെ ജോലികൾ ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം തന്നെ ആ കലത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു. അതിൻ്റെ കാരണം സ്റ്റീലിൻ്റെ കലല്ലേ, പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതവിടെ ഉരുക്കാനായിട്ട് വെച്ചു. പിന്നെ നമുക്ക് വെള്ളം ചൂടാക്കണം കേട്ടോ, പുളി വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കെറ്റിൽ വെള്ളം ഞാൻ രാവിലെ ചൂടാക്കിയതായിരുന്നു കുളിക്കാനായിട്ട്. പക്ഷെ നല്ല ചൂടല്ലേ, നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ചൂടുവെള്ളം വേണ്ടാന്ന് തോന്നി, അങ്ങനെ അതവിടെ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അത് വീണ്ടും സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചു. പിന്നെ അതാ വെളിച്ചെണ്ണ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. അങ്ങനെ ആ ഒരു സീൽ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അതിൻ്റെ. അപ്പോൾ അതൊക്കെ ശരിക്കും വെച്ച് അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് തിളച്ച് റെഡി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം
നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഒരു പാത്രം എടുത്തുകൊണ്ട് പുളി വെള്ളത്തിലിടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു കുറച്ച് പുളിഞ്ചി ഉണ്ടാക്കാമെന്നാണ് ആദ്യം ഞാൻ കരുതിയത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ ഇപ്പോൾ കുറച്ചാക്കണേ, ഇവിടെ പുളിഞ്ചി ഇഷ്ടമാണ്, ചേട്ടന് ഇഷ്ടമാണ്, ആദ്യത്തിനും ഇഷ്ടമാണ്, എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത്തിരി കൂടുതൽ ഉണ്ടാക്കാം. പിന്നെ വിഷു അല്ലേ, വിഷുവിന് എന്തായാലും നമുക്ക് അന്നത്തേക്കും ആവശ്യമാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനപ്പോൾ ഇത്തിരി കൂടുതൽ തന്നെ ഉണ്ടാക്കി. അതവിടെ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് മൂടി വെച്ചു. ബാക്കിയുള്ള പുളി പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ 250 ഗ്രാം ഉണ്ടാക്കിയുള്ളൂ. അത് തന്നെ ഇത്തിരി അത്യാവശ്യം പുളിഞ്ചി നമുക്ക് ഉണ്ടാവും. പിന്നെ ഞാൻ ഇഞ്ചി ഇതേപോലെ ക്രഷ് ചെയ്ത് ഇതേപോലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ടാണ്. ഇഞ്ചി, മാങ്ങ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ അരിയാനായിട്ട്. ഇതിപ്പോൾ 149 രൂപയാണ് എനിക്ക് ഈ ചോപ്പറിന് വില വന്നിട്ടുള്ളൂ. അപ്പോൾ അതെന്തായാലും പറഞ്ഞാൽ കയ്യിൽ കരുതുക. അപ്പോൾ നമുക്ക് കുറേ ജോലികൾ എളുപ്പമാവും. പിന്നെ എന്താ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഇഞ്ചി ഒന്ന് കഴുകി നന്നായിട്ട് പിഴിഞ്ഞ് അതിലേക്ക് ഇട്ടു. അല്ലെങ്കിൽ അതിൽ ചെറിയൊരു പശ പോലെ ഉണ്ടാവും. ശരിക്കും നമുക്ക് ഫ്രൈ ആയി കിട്ടില്ല ഇഞ്ചി വറക്കുമ്പോഴേ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് ആകുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ല. അപ്പോൾ അതങ്ങനെ പിഴിഞ്ഞ് അതിലേക്ക് ഇട്ട് ഇനി വറവാവുമ്പോൾ നമുക്ക് പച്ചമുളക് ഇടണം. അപ്പം ഞാനിത് വറക്കണേൻ്റെ ഇടയിൽ തന്നെ വറവാവണേൻ്റെ ഇടയിൽ തന്നെ പച്ചമുളകും കൂടിയും അരിഞ്ഞു വെച്ചു കേട്ടോ. നമുക്ക് സമയം ഒട്ടും പാഴാക്കാണ്ട് പണി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മുടെ പുളിഞ്ചിയിലേക്ക് നന്നായിട്ട് നാളികേരക്കൊത്ത് വറുത്തിടും കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർക്കാർ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം നാളികേരം ഒരെണ്ണം വെട്ടി നോക്കിയപ്പോൾ അതിൽ വെള്ളം ഒരു തുള്ളിയുള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള വെള്ളമായിരുന്നു. കുറച്ച് വെള്ളം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ, നല്ല മധുരം ഉണ്ടാവും. പിന്നെ അവിടെ ഇരുന്ന് നാളികേരക്കൊത്തൊക്കെ കൊത്തി റെഡിയാക്കി എടുത്തു. അത് റെഡിയാക്കണായിട്ട് മുന്നേ തന്നെ അടുത്ത പണി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ അടുത്ത ഓരോ പണികളും മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അപ്പോഴേക്കും പുളി നമുക്കിത് വറവായിട്ടുണ്ട്. പുളി വേഗം പിഴിഞ്ഞെടുത്തു. ഇതിലേക്ക് ഒരുവിധം വറവായപ്പോൾ ഞാൻ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇനിയൊക്കെ ലാസ്റ്റ് നമുക്ക് ചേർക്കാവുന്നതുള്ളൂ. പിന്നെ ഈ പുളി നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൈ ഇങ്ങനെ മുക്കാൻ പറ്റാത്ത അത്രയും ചൂടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ് കൊറ്റയിലൊന്നും ഇല്ലാത്ത പോലെ തന്നെ പിഴിഞ്ഞെടുത്തു. പിന്നെ നമ്മുടെ ചോറ് ഊറ്റണ അരിപ്പയിൽ വെച്ച് ഇത് ഊറ്റി എടുക്കുകയെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. ഞാനെപ്പോഴും അതില്ല ചെയ്യാറ്. നമ്മുടെ ചായ അരിപ്പ അല്ലെങ്കിൽ നാളികേരം പിഴണ അരിപ്പയൊന്നും ഞാൻ എടുക്കില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയും ചേർത്ത് അത് തിളപ്പിക്കാനായിട്ട് അവിടെ വെച്ചു. ഇനി കുറച്ച് പാത്രങ്ങൾ എടുത്തത് അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെച്ചു. അപ്പോൾ പിന്നെ ലാസ്റ്റ് നമുക്ക് വലിയ പണി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അത് വേഗം തേച്ച് കഴുകി അവിടെ ആ കൗണ്ടർ ടോപ്പ് അപ്പം തന്നെ ഒന്ന് അങ്ങോട്ട് തുടച്ചിട്ടു. അപ്പോൾ പിന്നെ ഇനി അടുത്ത ജോലികൾ ചെയ്യാൻ നമുക്ക് എളുപ്പമാവില്ലേ. പിന്നെ ഇതാപ്പോഴേക്കും നമ്മുടെ പുളിഞ്ചിയൊക്കെ അത്യാവശ്യം തിളച്ചു ഒന്ന് കുറുതായി തുടങ്ങി. അപ്പോൾ അതിലേക്ക് ഞാൻ വെല്ലം കുറച്ച് ഒഴിച്ച് കൊടുത്തു. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഭയങ്കര മധുരമാണ്. പായസം മാറിയിരിക്കണം, അത്ര മധുരത്തിലാണ് മാമ്പഴ പുളിശ്ശേരി ആയാലും പുളിഞ്ചി ആയാലും ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക, അല്ലാണ്ട് ഞാൻ പറഞ്ഞു തരുന്ന അളവിനല്ല ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ പുളിഞ്ചി അറിയാത്തവരുണ്ട് കേട്ടോ. ഇപ്പോഴും ചെറിയ കുട്ടികളൊക്കെ ഞാൻ തോന്നുന്നു ഓരോ റെസിപ്പി എങ്ങാനും ഞാൻ കാണിക്കാണ്ടിട്ടുണ്ടെങ്കിൽ റെസിപ്പി കാണിച്ചില്ലല്ലോ എന്ന് പറയാറുണ്ട്. അതിൽ ഇത്തിരി ജീരകം വറുത്ത് പൊടിച്ച് ഇട്ട് കൊടുത്തു. കുറച്ച് ചുക്കിൻ്റെ പൊടിയും കൂടിയും ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇഞ്ചിയിൽ പോരായിട്ടുണ്ടെങ്കിൽ ചുക്ക് റെഡിയാക്കട്ടെ. പിന്നെ ഒരു ചീനച്ചട്ടിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച്, നന്നായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കേണ്ടത്. അതിലേക്ക് ഇത്തിരി ഉലുവിട്ട് പൊട്ടിച്ച് പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ നാളികേരം അതിൻ്റെ കൂടെ ഇട്ട് വറുത്തത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നാളികേരം വറുത്ത് മാറ്റി അതിലേക്ക് ഇട്ടിട്ട് ഇതൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ എളുപ്പത്തിന് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സൂത്രപ്പണികൾ. അതങ്ങനെ വറുത്തും കണ്ടിട്ട് അതിലേക്ക് ഇട്ടു. പിന്നെയും കുറച്ച് നേരം കൂടി ഞാൻ അത് വറ്റിച്ചു. ചേട്ടൻ കുറച്ച് ഒരു 3-4 ബെല്ലം കൂടി ചേട്ടൻ കൊണ്ടുവന്ന് ഇടുന്നുണ്ടായിരുന്നു. ചേട്ടന് മധുരം അത്ര വേണം കേട്ടോ ഈ ഒരു പുളിഞ്ചിയിലൊക്കെ. പിന്നെ മാമ്പഴം റെഡിയാക്കി. നല്ല ചന്ദ്രക്കാരൻ മാങ്ങ എന്നാണ് ഇവിടെയൊക്കെ പറയാമെന്ന് പറഞ്ഞു. എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ നാട്ടുമാങ്ങ എന്നാട്ടാ ഇതിനെ പറയാറ്. ഇനിയിപ്പോൾ നാട്ടുമാങ്ങ വേറെ ഉണ്ടോയെന്ന് അറിയില്ല. ഏകദേശം ഇതേപോലത്തെ മാങ്ങേനെ ആണ് നാട്ടുമാങ്ങ എന്ന് പറയാം. വേറെ ചന്ദ്രക്കാരെന്നൊന്നും ഞാൻ അവിടെ കേട്ടിട്ടേ ഇല്ല. പിന്നെ ഞാൻ അവിടെ കയറി ഇരുന്ന് അതൊക്കെ പൊളിച്ചു വിട്ടാൽ ഇനി കുറേ നേരം നിൽക്കുമ്പോൾ കാല് വേദനിക്കില്ലേ. ഇത് ഞാൻ എൻ്റെ റെസിപ്പി അല്ല കേട്ടോ. മാമ്പഴ പുളിശ്ശേരി ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മുടെ ടി വിയിൽ ഉർമിള ഉണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കാനാണ് ഞാൻ ഇന്ന് തയ്യാറാവണത് കേട്ടോ. അപ്പോൾ പുളിഞ്ചി അവിടെ ഇരുന്ന് തിളക്കിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് കേട്ടോ ഞാനിതൊക്കെ ഉണ്ടാക്കണത്. പുളിഞ്ചിയുടെ പണി ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ലേ. ഞാൻ അടുപ്പിച്ച് വീഡിയോ ഇട്ടത് എന്താ വെച്ചാൽ പുളിഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാമ്പഴ പുളിശ്ശേരി കാണിക്കണത് കൂട്ടുകാർക്ക് മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് കാണിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് എഡിറ്റിങ് അടുപ്പിച്ചിട്ടതാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ മാമ്പഴം ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചേട്ടൻ എന്താ നാളികേരം ചെരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പറഞ്ഞ അരപ്പ് പറഞ്ഞത് നാളികേരവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം അരച്ച് ചേർക്കാമെന്നാണ്. കുറച്ച് തൈരും കൂടി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് അരച്ച് ചേർത്ത് ഉണ്ടാക്കിയത്. മുളക് പൊടി ഞാൻ സാധാരണ അധികം മുളക് പൊടിയൊന്നും യൂസ് ചെയ്യാറില്ല. എനിക്ക് എപ്പോഴും നല്ല മഞ്ഞ കളർ ഉണ്ടാവണം. പക്ഷേ ഇത് ഇത്തിരി ചുമന്ന കളറായി പോയി കേട്ടോ. എന്താ പറയുക, മുളക് പൊടിയല്ല ചേർത്തത്. അപ്പോൾ പിന്നെ എന്തായാലും ചുമന്ന കളർ വരും. പിന്നെ വേഗം ഒന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തു. എനിക്കിതിനേക്കാളും വലിയൊരു മിക്സി ജാർ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബ്ലേഡ് പൊട്ടിയിരിക്കുകയാണ്. അതാകുമ്പോൾ എനിക്ക് എത്ര നാളികേരം വേണമെങ്കിലും ഒരുമിച്ചിട്ട് അരയ്ക്കാൻ പറ്റും. അപ്പോൾ അതപ്പോൾ ഒരു പകുതി വേവൊക്കെ ആവുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യല്ല, ശർക്കരപ്പാനി ഒഴിക്കുക. ഈ ശർക്കരപ്പാനി ഒഴിച്ച് ആ ശർക്കരപ്പാനിയും മാമ്പഴമായിട്ട് യോജിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ യോജിച്ച് അതിനിടയ്ക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മാമ്പഴത്തിൽ. അത് കാണിക്കാൻ വിട്ടുപോയി തോന്നുന്നു. പിന്നെ അരപ്പും കൂടി ചേർത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. പുഴുക്കിൻ്റെ ഒരു പരുവല്ല, ഇത്തിരി ലൂസുള്ള ഒരു പരുവത്തിൽ. പിന്നെ നെയ്യ് തന്നെ വറുത്തിടാൻ ഉപയോഗിക്കുന്നതാണ് അതിൽ പറഞ്ഞത്. അപ്പം ഞാൻ പിന്നെ നെയ്യ് തന്നെ ഉലുവയും കടുകും പൊട്ടിച്ചു, വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കണ മാമ്പഴ പുളിശ്ശേരി തന്നെയാണ് ഇഷ്ടം. ഇതെനിക്ക് ഭയങ്കര മധുരം, മാങ്ങയുടെ ഉള്ളിലേക്ക് ആ ഒരു ശർക്കരപ്പാനി അങ്ങനെ പിടിച്ചുല്ലോ, ശർക്കരപ്പാനിയിലിട്ട് വഴറ്റിയിട്ട്. അപ്പോൾ അത് കാരണം തോന്നുന്നു ആ ശർക്കരപ്പാനിയുടെ ടേസ്റ്റാണ്. മധുരം നല്ല ഇഷ്ടപ്പെടുന്നവർക്ക്, മധുരത്തിൻ്റെയും നെയ്യിലും ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. പക്ഷേ എനിക്ക് ആ മധുരത്തിനോട് അത്ര ഒരു പ്രിയമില്ലാത്ത ആളായതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഈ ഒരു റെസിപ്പിയേക്കാളും എൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇഷ്ടമായത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു അച്ചാറും കൂടി ഇടാം. വിഷുവിന് നിൽക്കുമോയെന്ന് അറിയില്ല അച്ചാർ, എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ അച്ചാർ ചോപ്പറിലെടുത്ത് അരിഞ്ഞു. പിന്നെ അതൊരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ഇത്തിരി കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് കേടാവാണ്ടൊക്കെ ഇരിക്കുക, നല്ല ടേസ്റ്റും ഉണ്ടാവുക. അവസാനം കുറച്ച് പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് എണ്ണയും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്തു കേട്ടോ. എന്നിട്ട് പിന്നെയാണ് മുളക് പൊടി ഇട്ട് കൊടുത്തത്. മുളക് പൊടി കാശ്മീരി തന്നെയാണ് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവണ്ടേ കാണാനായിട്ട്. അല്ല നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ മുളക് പൊടി പകുതി അങ്ങനെ ചേർക്കാം കേട്ടോ. ഇതിനധികം എരിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പുളിഞ്ചി മാമ്പഴ പുളിശ്ശേരി ഒക്കെ നല്ല മധുരമുള്ളത് കൂട്ടിയിട്ടാണ് എന്താണെന്നറിയില്ല, അച്ചാറിന് തീരെ എരിവില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുത്തു. വിനാഗിരി ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം, ഞാൻ കുറച്ച് അച്ചാറിലേ ഉണ്ടാക്കണുള്ളൂ, അതിൻ്റെ ആവശ്യമില്ല. അതിലേക്ക് ഉലുവയും കടുകും കറിവേപ്പിലയും കൂടി വറുത്ത് പിടിച്ചത് കേട്ടോ. ഉലുവേറെ ഇരട്ടിയാണ് കടുക് എപ്പോഴും എടുക്കേണ്ടത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനൊപ്പം കായപ്പൊടിയും കൂടിയും ചേർക്കണം കേട്ടോ. അങ്ങനെ എല്ലാതും റെഡിയായി ഞങ്ങളിതാ വന്നിരുന്ന് ഉഷാറായിട്ട് ചോറുണ്ടു. അച്ചാർ ഉണ്ടായത് രക്ഷപ്പെട്ടു കേട്ടോ. എന്താ വെച്ചാൽ ഇത് രണ്ടും മധുരമായ കാരണം ഒരു എരിവ് വേണമല്ലോ. അപ്പം ഇനി വെള്ളിയാഴ്ച രാവിലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു.